പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ ബ്ലോക്കിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിരന്തരം അവതരിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ ഒരു കർഷക സഭ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. സത്യത്തിൽ അത് സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസം. വളരെ കഷ്ടപ്പെട്ടാണ് കൃഷിക്കാർ കൃഷിയെ മുന്നോട്ട് പോകുന്നത്. അവരങ്ങേക്കരെ വരെ ബഹുമാനിക്കേണ്ടവരാണ്. ആ സഭ വളരെ സൃഷ്ടിച്ച് ഒരു മാത്രമായ ഒരു പരിപാടി നടത്തി. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ അവിടെ സംസാരിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംസാരിക്കാൻ ആദ്യം ക്ഷണിച്ചു. അതിന് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുടെ ഒരു നിലപാടെന്താ വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ഒരു സദസ്സിൽ സംസാരിക്കേണ്ടവരല്ല എന്നാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. കൃഷിക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവസാനം വരെ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള സ്ഥിതിക്ക് അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സാധാരണ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കാര്യത്തിൽ അവരെ അവതരിപ്പിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസം. അത് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അവർക്ക് പറയാനുള്ള അവകാശം. പക്ഷെ അത് അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അവിടെ അവർ സംസാരിക്കാനോ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയില്ല, അവസരം നൽകിയില്ല. അവിടെ അവരെടുത്ത നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ എവിടുന്നോ ഓടി ഒളിച്ച് ഇറങ്ങി വന്നവരാണ്, ജനപ്രതിനിധികളല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമല്ല എന്നുള്ള ഭരണഘടനയും ഇന്നത്തെ ഈ കാര്യങ്ങളും അറിയാത്ത തരത്തിലാണ് സംസാരിച്ചത്. അത് അങ്ങേ തരം വരെ പ്രതിഷേധാർഹമാണ്. അതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ചന്ദ്രികയുടെ ലേഖനാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പത്രസമ്മേളനം നടത്തിപ്പറഞ്ഞത്. പാർട്ടിക്കകത്ത് CPM-നകത്ത് എന്തോ പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് പറഞ്ഞത്? പച്ചക്കള്ളം. CPIM-ൽ പട്ടാമ്പിയിൽ വല്ല അഭിപ്രായ വ്യത്യാസം നിങ്ങളാരെയും തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും തമ്മിൽ വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരല്ല പട്ടാമ്പിയിൽ. നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കാം. ഇതേ ലേഖനാണ് നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സിൽ ഒരു 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 ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രിയെ കാണാൻ വന്ന കുടുംബത്തെ മന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല, മന്ത്രി കൂട്ടാക്കിയത എന്ന് വലിയ പ്രസ്ഥാനം നടത്തിയത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. അങ്ങനെ നിരന്തരമായി പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാർട്ടിക്കകത്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എവിടെയാണ് ഐക്യമില്ലാത്തത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നതല്ല. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ അടച്ചാക്ഷേപിക്കുന്നില്ല. അതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകളുടെ നടപടിയെ ഈ ഏരിയയിലെ UDF അംഗീകരിക്കുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയം. ഒരു കാര്യം ഉറപ്പാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നടത്തുന്ന ഈ വക പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ ഇങ്ങനെയൊക്കെ ബഹളം വയ്ക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൗനായിരുന്നല്ലോ. അപ്പം അവിടെയാണ് ഐക്യമില്ലാത്തത്, ഇവിടെ അല്ല. അക്കാര്യം അറിയിക്കാനാണ് ഈ യോഗം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ, പ്രസിഡന്റ് ഉദ്ഘാടകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റുമാരെ ക്ഷണിക്കുന്നതിന് ബദലായിട്ട് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ എന്നെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രോട്ടോകോൾ അനുസരിച്ച് തെറ്റാണെന്ന് ഞാൻ അപ്പോൾ തന്നെ ഈ കർഷക സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ച് പറയണ്ടായി. അപ്പോൾ പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ അവരുടെ മുമ്പിൽ അവഹേളന പാത്രമാവട്ടെ, അവരെ നമ്മൾ ഒരു അതിര് കാക്കുന്ന ജവാന്മാരെ പോലെയുള്ള ആളുകളാണ്, അവർ നമ്മളെ അന്നം തരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഈഗോ പ്രശ്നങ്ങൾ നമ്മളിവിടെ ഉന്നയിക്കേണ്ടത്, നിങ്ങൾ പോയി പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി പ്രസംഗിച്ചത്, ആശംസാ പ്രസംഗം നടത്തിയത്. അതിനുശേഷം വീണ്ടും പിന്നെ വിളിച്ചത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഈ പ്രോട്ടോകോൾ ലംഘനത്തെ പറ്റി പറഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റായ റഷീദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പ്രോട്ടോകോളൊന്നും ഇല്ലാതെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ മുതല പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞ്, ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് ഈ കർഷകരോടുള്ള ബഹുമാനാർത്ഥമാണ്, അതുകൊണ്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഇവർ ഉന്നയിച്ചപ്പെടുന്നത് നിരുത്തരപരമായ കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുണ്ടായത്.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇതിനു മുമ്പും MLA അവഹേളിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗിൽ പറയണ്ടായി. ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയോ അറിയാതെയാണോ എന്ന് അറിയില്ല. ഞങ്ങൾ പല കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉന്നയിക്കുന്നത് നമ്മളെ പഞ്ചായത്ത് ആക്ട് പ്രകാരമാണ്. ഈ പഞ്ചായത്ത് ആക്ടൊക്കെ വെറുതെ ഒരു കൈപുസ്തകങ്ങളാണ്. അത് പിണറായി വിജയന്റെ കൈപുസ്തകമാണ്, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പല പ്രാവശ്യം ഇദ്ദേഹം ഞങ്ങളുടെ ബോർഡ് മീറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ചത്. അന്നൊക്കെ ഞങ്ങൾ സ്മൂത്തായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായി അവഹേളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആണെങ്കിലും MLA ആണെങ്കിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ ബോർഡിൽ അതിൽ അവരൊന്നും എല്ലാ ആളുകളല്ലേ നിരുത്തരപരമായ ഓരോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ള വേണ്ടി പ്രവർത്തിക്കുക, പ്രസംഗിക്കുക. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവരൊക്കെ പറയണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്ഷണിതാക്കളും തന്നെ. പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് മെമ്പർമാർക്കുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുക്കൽ ഇതിൽ മാത്രമേ അവർക്ക് വോട്ടവകാശം നിശ്ചയിച്ചിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ മെമ്പർമാരെ പോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അവകാശമുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ബ്ലോക്ക് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റുമാർക്ക് ജില്ലാ പഞ്ചായത്തിലും അതിന് അവകാശമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുമ്പേ ഒരു പരിപാടിയിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇവരെ വിട്ടു നിൽക്കേണ്ടി വന്നു. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഞങ്ങൾക്കാണ് കൂടുതലുണ്ടായിരുന്നത്. അന്ന് അവര് ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു താൽക്കാലിക വിധി സമ്പാദിക്കണ്ടായി. ഞങ്ങള് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ഒരു വിധി സമ്പാദിക്കണ്ടേ. അതിന് അപ്പീൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ പ്രസിഡന്റുമാരും ഞങ്ങൾ മെമ്പർമാർക്കും ഒരേ അവകാശമാണ്, അത് ക്ഷണിതാക്കളും തന്നെ. അപ്പൊ ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയേണ്ടത് ബ്ലോക്കിലും, ബ്ലോക്കിന്റെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിലും പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. എപ്പോഴും ഈ വൈസ് പ്രസിഡന്റായ റഷീദ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ എന്നറിയില്ല. പിന്നെ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസം, പട്ടാമ്പിയിലെ കേരളത്തിൽ പോലും ഒരു ഗ്രൂപ്പിസം അല്ല പാർട്ടിയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈ ബോർഡിൽ മീറ്റിംഗിൽ പങ്കെടുക്കാത്തത് എൻ്റെ മകളുടെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഗ്രൂപ്പിസം ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഒരു മെമ്പർ ആയത് കൊണ്ടാണ് ഇവര് നമ്മളെ അവിടെ. ഞാൻ 10 വർഷമായി മുസ്ലിം ലീഗിൽ നിന്ന് പോയിട്ട് 10 വർഷമായി പാർട്ടി ടിക്കറ്റ് മത്സരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ കാര്യങ്ങളൊന്നും വൈസ് പ്രസിഡന്റ് പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രൂപ്പീസ് ഉണ്ടെങ്കിലോ അത് തിരുത്തേണ്ട ആളല്ല അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. പിന്നെ പ്രസിഡന്റ് ആണെന്നെങ്കിലും ഇവിടെ ഒരു വോയിസും ഇല്ലാത്ത ഒരാൾ. 2023-24 ഒരു പദ്ധതികളും ഇവര് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പൊ ഈ നിർവഹണ സമയം കഴിയാറായി, 2024 കഴിയാറായി. എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് ചെയ്തിരിക്കണു എന്ന് കാണിച്ചു തരട്ടെ. സ്പിൽ ഓവർ ആയിട്ട് പോലും ഇല്ല, ഒന്നുപോലും ഒരു വർക്ക് പോലും നടത്തിയിട്ടില്ല. പിന്നെ വർക്ക് നടത്തുമ്പോഴും പ്രസിഡന്റിന്റെ വാർഡിൽ പോലും ഒരു വികസനവും എത്തിയിട്ടില്ല. കാരണം ഇത് വൈസ് പ്രസിഡന്റാണ് ഹൈജാക്ക് ചെയ്യുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്ത് കോൺഗ്രസിന്റെ ആളുകൾക്ക്, മുസ്ലിം ലീഗിന്റെ ആളുകൾക്കൊക്കെ എതിർപ്പുണ്ട്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോയപ്പോൾ ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. അപ്പൊ പാർട്ടിയിൽ പോലും അനുവിധനായ ഒരാളാണ് ഇദ്ദേഹം. മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരോട് എന്നോട് നേരിട്ട് പറയേണ്ടതായിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്നും കൊള്ളില്ല, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് ഞാനാണ് ഏറ്റവും വലിയൊരാള് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഈ ഭരണസമിതി ഇപ്പൊ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഫണ്ടുകളാണ് വെട്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്ന് പോലും അന്വേഷിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെ വീടിന്റെ മുന്നിൽ കൂടെ പോന്നു, ഒരു റോഡ് പോലും അല്ലെങ്കിൽ ഒരു SCയുടെ വർക്ക് പോലും അവർ നടത്തിയിട്ടില്ല. കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. റഷീദ് വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു പദ്ധതികളും നടപ്പിലാക്കി. കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത ADA വിളിച്ചു ചേർത്ത കർഷക സഭയിൽ നേരത്തെ ഇവിടെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലെ കർഷകർ ഒരുപാട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് കർഷക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനുമുള്ള ഒരു വലിയ
ഉദ്ദേശത്തോടു കൂടിയാണ് കർഷക സഭ സംഘടിപ്പിച്ചത്. പക്ഷെ അതിനെ ഒരു തികഞ്ഞ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഒരു പേരിനൊരു സഭ വിളിച്ചു ചേർത്താൻ MLA ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ കർഷക സഭ നടത്തി. എന്തായാലും ആ കർഷക സഭയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നേരെ ആ സഭയുടെ അധ്യക്ഷനായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടത്തിയ അവഹേളനം, ഞങ്ങൾ ആ കർഷകരോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങളൊക്കെ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ കൃത്യമായി കർഷകരുടെ പ്രശ്നങ്ങൾ കേട്ട് ഞങ്ങൾ കൂടി ഞങ്ങളുടെ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടവരാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവിടെ അവഹേളനം സഹിച്ചു വരുന്നത് കർഷകരോടുള്ള ബഹുമാനാർത്ഥം. അത് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടാമത് വിളിച്ചു, ആശംസയ്ക്ക് വിളിച്ചപ്പോൾ ഈ പ്രശ്നം അവിടെ ഒന്ന് പറഞ്ഞു. അവര് കർഷകരെ ബോധ്യപ്പെടുത്തി, ഞങ്ങളെ പ്രസിഡന്റുമാരെ അവഹേളിക്കുന്ന പ്രവർത്തനം നിരന്തരമായി നടക്കുന്നുണ്ട്, നിങ്ങളോടുള്ള ബഹുമാനാർത്ഥമാണ് ഞങ്ങൾ ഇരിക്കുന്നത്, കർഷകർക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനാണ് ഈ യോഗത്തിൽ അവഹേളനം സഹിച്ചും ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ 4-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുകയും പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഞാൻ നീട്ടി നിന്ന് അധ്യക്ഷയോട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അധ്യക്ഷയോട് യോഗത്തിൽ ആവശ്യപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചാടി എണീറ്റ് വളരെ ധിക്കാരപരമായ നിലപാടോടുകൂടി അജണ്ട കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സൗകര്യം പോലെ ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അത് ഞങ്ങൾ അംഗീകരിച്ചില്ല. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തതിന് ശേഷം മതി ബാക്കി നടപടികൾ എന്ന് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശക്തമായി അവിടെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അവിടെ യോഗ നടപടിയെ തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുകയെന്ന സ്ഥിതിയുണ്ടായി. ഇത് നിരന്തരമായ ബ്ലോക്ക് പഞ്ചായത്ത്, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 5 പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരാണ്. 2 പഞ്ചായത്തിൽ മാത്രമാണ് UDFന് പ്രസിഡന്റുമാരുള്ളത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പ്രസിഡന്റുമാർക്ക് വോട്ടവകാശം ഇല്ലാത്തത്. മറ്റു കാര്യങ്ങളിൽ അവിടെ വോട്ടവകാശമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്. ഭരണസമിതി അംഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ. ഞങ്ങളെ കൃത്യമായി വിളിച്ച് ഞങ്ങളവിടെ ഒപ്പിട്ട് ശരിക്കും ഞങ്ങൾക്ക് അലവൻസ് കൂടി അനുവദിക്കുന്നതാണ്. അതൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ അതാണ് അതിന്റെ നിയമം. പഞ്ചായത്ത് രാജ് നിയമത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരന്തരമായി രാഷ്ട്രീയ വിരോധം വെച്ച് ഞങ്ങൾക്കെതിരെ ശക്തമായി നിരവധി പ്രാവശ്യം അവഹേളനമാണ്. ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്ത പദ്ധതിയാണ്. അത് അട്ടിമറിക്കുക എന്നത് ഇവരുടെ അജണ്ടയാണ്. അതിന്റെ ഭാഗമായി ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇവിടെ ബോധപൂർവ്വം MLA ഉൾപ്പെടുത്താതെ പല ഭാഗങ്ങളിലും പ്രതിഷേധം നടന്നതാണ്. അപ്പൊ നിരന്തരമായി MLAയെയും മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെതിരെയും നിരന്തരമായ അവഹേളനമാണ്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനെ ഈ പ്രസിഡന്റ് നേരത്തെ ഇവിടെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞ പോലെ ഉണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ മുഹമ്മദ് ഉട്ടിക്ക, കോൺഗ്രസിന്റെ നേതാവ്, കഴിഞ്ഞ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ഞങ്ങളോട് പറയണ്ടേ, നിങ്ങൾ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ വളരെ ധിക്കാരപരമായ നിലപാടിലാണ് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധമുണ്ടായി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ കൂടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേറെയുമാണ് എന്ന ഒരു പച്ച കല്ല് വെച്ച നുണയാണ് വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുക. നിങ്ങൾ നോക്കൂ, മുഹമ്മദ്ക്ക് അന്ന് വരാത്തത് അദ്ദേഹത്തിന്റെ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായാണ്. സംഗതി ശരിയാണ്, ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് തന്നെയാണ് പോകുന്നത്, അതിലൊന്നും ആക്ഷേപം. പക്ഷെ അവഹേളനം സഹിച്ച് ഇപ്പൊ നോക്കൂ, നിങ്ങൾ തിരുവേഗപ്പുറയും പരുന്നൂരും ലീഗിന്റെ പ്രസിഡന്റുമാർ, അവരും ഇതില് പെടില്ലേ? ഞങ്ങൾ ആ ഒരു വിഷയമാണ് പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നത്. പ്രോട്ടോകോൾ അറിയാനിട്ടല്ല, ധിക്കാരപരമായാണ്. ഈ ധിക്കാരം വെച്ചു ഉറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇതിന്റെ ഭാഗമായി പറയുന്നത്.